മഹത്വത്തിൽ യോഗ്യൻ മാനവപുകഴ്ചയും യേശുവിന് മഹിമയും പ്രഭുതാം മഹത്വത്തിൽ യോഗ്യൻ മാനവപുകഴ്ചയും യേശുവിന്. യേശുനാഥാ പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന സർവ്വ മക്കളെയും അങ്ങേ കരങ്ങളിലേക്ക് അർപ്പണം ചെയ്യുന്നു. മാലാഖവൃന്ദങ്ങളുടെ അകമ്പടി ഇപ്പോൾ ഈ സമൂഹത്തിനുണ്ടാകട്ടെ. ഒന്ന് കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന കർത്താവേ, മഹത്വം, 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 മഹത്വം. മാലാഖവൃന്ദങ്ങളുടെ അകമ്പടി ഉണ്ടാകട്ടെ. വിശുദ്ധ മിഖായേൽ മാലാഖെ, വിശുദ്ധ റഫായേൽ മാലാഖെ, വിശുദ്ധമായിരിക്കുന്ന മാലാഖ വൃന്ദങ്ങളെ, നവവൃന്ദ മാലാഖമാർ ഈ ആരാധനാ സമയത്ത് സർവ്വ മക്കളുടെയും കുടുംബത്തിലേക്ക് ഇപ്പോൾ കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി കർത്താവ് തന്നിരിക്കുന്ന വചനം മനോഹരമായിരിക്കുന്നൊരു വചനമാണ്. വളരെ രക്ഷ നൽകുന്നൊരു വചനം. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 22-ാം തിരുവാക്യം. സെഹിയോൻ മലയിലേക്കും സജീവ ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറൂസലത്തെയും അസംഖ്യം ദൈവദൂതന്മാരുടെയും സമ്മേളനത്തിലേക്കാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത്. ഒരു വലിയ സമ്മേളനം, മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും ഒരു വലിയ സമ്മേളനത്തിലേക്കാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത്. മക്കളെ, ശൈശവം മുതൽ മരണം വരെ നമുക്കൊരു കാവൽ മാലാഖയെ തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ ഇരിക്കുന്നതും നമ്മൾ എഴുന്നേൽക്കുന്നതും നമ്മൾ പഠിക്കുന്നതും നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ദൗത്യം നിർവഹിക്കാനായിട്ട് ഒരു കാവൽ മാലാഖയെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സേവകരും സന്ദേശ സംവാഹകരുമാണ് മാലാഖമാർ. ദൈവത്തിൻ്റെ സേവകരും സന്ദേശ സംവാഹകരുമാണ് മാലാഖമാർ. വായുവേഗത്തിൽ സഞ്ചരിക്കാനും തീനാളം പോലെ പ്രകാശിക്കാനും മാലാഖമാർക്ക് സാധിക്കും. മാലാഖമാരെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ തനി രൂപമാണ് മാലാഖമാർ. മാലാഖമാർക്ക് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടാനും
നമ്മോട് സംസാരിക്കാനും സാധിക്കും. മാലാഖമാർക്ക് കരയാനറിയാം, മാലാഖമാർക്ക് ചിരിക്കാൻ സാധിക്കും, മാലാഖമാർക്ക് കെട്ടുകൾ അഴിക്കാനും പുതിയ പുതിയ മേഖലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും മാലാഖമാർക്ക് സാധിക്കും. പഴയ നിയമത്തിൽ തോബിയാസിൻ്റെ പുസ്തകം, തോബിയത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നീയും നിന്റെ മരുമകളും പ്രാർത്ഥിക്കുന്നത് മാലാഖ കാണുന്നു. വചനം പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ, പിതാവായ ദൈവത്തെ അനുസ്മരിക്കാൻ ഇതാ ദൂതനെ ഞാൻ അയക്കുന്നു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. 12-ാം അധ്യായത്തിൽ വീണ്ടും നാം കാണുന്നു, ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് മൃതദേഹം സംസ്കരിക്കാൻ പോകുന്നത് എനിക്ക് അജ്ഞാതമായിരുന്നില്ല, മാലാഖ കാണുന്നു എന്ന്. വീണ്ടും നാം വായിക്കുന്നു, നിന്നെയും നിന്റെ മരുമകൾ സാറയെയും സുഖപ്പെടുത്താൻ ദൈവം അയച്ചിരിക്കുന്ന ദൈവസന്നിധി നിൽക്കുന്ന വിശുദ്ധ റഫയേലാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മാലാഖ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ബൈബിളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നാം കാണുന്നു, ഭൗമികമായ പറുദീസ, ഏദേൻ തോട്ടം അടയ്ക്കപ്പെട്ടപ്പോൾ കെറൂബിൻ മാലാഖമാരെയാണ് അതിൻ്റെ സംരക്ഷണത്തിന് ഏർപ്പെടുത്തിയത്. ലോത്തിനെ സഹായിക്കാനായിട്ട് ദൈവദൂതനെയാണ് അയക്കുന്നത്. അബ്രാഹം മോറിയ മലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ സംരക്ഷണത്തിനും പ്രത്യേകമായിരിക്കുന്ന സഹായത്തിനുമായി ദൈവദൂതനെയാണ് അയക്കുന്നത്. പ്രവാചകന്മാരുടെ ദൗത്യം ഏൽക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവദൂതന്മാരെ ദൈവം അവർക്ക് സഹായത്തിനായിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സന്ദേശങ്ങൾ അറിയിക്കാനും മുന്നറിയിപ്പുകൾ നൽകാനും മാർഗനിർദ്ദേശം നൽകാനും രക്ഷാവചനം നൽകാനും മാലാഖമാരെയാണ് ദൈവം നിയോഗിച്ചിട്ടുള്ളത്. രക്ഷണീയ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു, ദൂതൻ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഒരു കന്യകയുടെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖയെ അയക്കുകയാണ്. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അസ്വസ്ഥയായി തീരുമ്പോൾ ഇതാ ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ അസ്വസ്ഥതകളുടെ നടുവിൽ സ്വസ്ഥതയിലേക്ക് വരുവാനായിട്ട് ദൈവം മാലാഖയെ അയക്കുകയാണ്. വീണ്ടും നാം വായിക്കുന്നു, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവാക്യത്തിൽ അസ്വസ്ഥയായിരിക്കുന്ന ജോസഫിൻ്റെ സവിധത്തിലേക്ക് ദൈവദൂതനെ അയക്കുകയാണ്. ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ആഗ്രഹമില്ലാത്തതിനാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ ജോസഫ് തീരുമാനമെടുക്കുകയാണ്. ഈ തീരുമാനത്തിലേക്കാണ് മാലാഖ കടന്നു വരുന്നത്. ആരോരും അറിയാത്ത കാര്യങ്ങളിലേക്ക്, തീരുമാനങ്ങളിലേക്ക് മാലാഖ കടന്നു വന്നുകൊണ്ട് സ്വപ്നത്തിൽ മാലാഖ സംസാരിക്കുകയാണ്. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. നോക്കണേ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ചിന്തയിലേക്ക്, തീരുമാനത്തിലേക്ക് മാലാഖയ്ക്ക് കടന്നു വരാൻ സാധിക്കുമെന്ന് നാം ഓർമ്മിക്കുന്നുണ്ടോ? ജ്ഞാനികളുടെ യാത്രയിൽ മാർഗനിർദ്ദേശം നൽകാനായിട്ട് മാലാഖയാണ് അയക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാം തിരുവാക്യത്തിൽ നാം വായിക്കുന്നു,
ഹേറോദേസിൻ്റെ അടുത്തേക്ക് മടങ്ങി പോകരുത് എന്ന് സ്വപ്നത്തിൽ കിട്ടിയ മുന്നറിയിപ്പ് അനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. മുന്നറിയിപ്പുകൾ നൽകുന്നു, മാർഗനിർദ്ദേശം നൽകാൻ മാലാഖമാർ നമ്മുടെ ഓരോരുത്തരുടെയും സവിധത്തിലുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. വീണ്ടും നാം കാണുന്നു ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു, അവർ അത്യധികം ഭയപ്പെട്ടു. ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾക്കായി ഒരു രക്ഷകൻ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. രക്ഷാവചസ്സുകൾ നൽകുന്നതും മാലാഖമാർ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നാം വായിക്കുന്നു സങ്കീർത്തനം 91-ാം സങ്കീർത്തനം 11ഉം 12ഉം തിരുവാക്യങ്ങളിൽ നാം വായിക്കുന്നു, നിന്നെ വഴികളിൽ കാത്തു പരിപാലിക്കുവാൻ അവിടുന്ന് ദൂതന്മാരോട് കൽപ്പിക്കും. ശ്രദ്ധിക്കണം, നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പാദങ്ങൾ തട്ടി വീഴാതിരിക്കുവാൻ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ പാദങ്ങൾ തട്ടി വീഴാതിരിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പാദങ്ങൾ തട്ടി വീഴാതിരിക്കുവാൻ, നമ്മുടെ പ്രലോഭന അവസരങ്ങളിൽ, നമ്മുടെ ദുരന്തങ്ങളിൽ, നമ്മുടെ കഷ്ടപ്പാടുകളിൽ മാലാഖമാരെ നിയോഗിച്ചിട്ടുണ്ട്. നമുക്ക് 2 കരങ്ങൾ ഉയർത്താം. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശൈശവം മുതൽ മരണം വരെ എന്നെ സഹായിക്കുവാൻ, എന്നെ സംരക്ഷിക്കുവാൻ, എനിക്ക് സംരക്ഷണം നൽകുവാൻ, എനിക്ക് വിജയം നൽകുവാൻ, എന്നെ സന്തോഷിപ്പിക്കുവാൻ ഒരു കാവൽ മാലാഖയെ നൽകിയിട്ടുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എല്ലാവരും ചേർന്ന് വചനം പറയുന്നു, പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. മകളെ, ഒരു രാജ്യത്തിന് ഒരു കാവൽ മാലാഖയുണ്ട്, ഒരു കുടുംബത്തിന് ഒരു കാവൽ മാലാഖയുണ്ട്, ഓരോ ജീവിതത്തിനും ഒരു മാലാഖ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിന്മയുടെ ശക്തികളെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് ദൈവം യാത്രയാക്കിയിരിക്കുന്നത് മിഖായേൽ മാലാഖയാണ്. പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ മിഖായേൽ മാലാഖയോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവസ്നേഹത്തിനെതിരായി പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ മിഖായേൽ മാലാഖയോടാണ് പ്രാർത്ഥിക്കേണ്ടത്. പരസ്നേഹത്തിനെതിരായി പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ മിഖായേൽ മാലാഖയോടാണ് പ്രാർത്ഥിക്കേണ്ടത്. 2 കരങ്ങൾ ഉയർത്തി മിഖായേൽ മാലാഖ എന്ന് വിളിച്ചാൽ ആ മാലാഖ വിളിപ്പുറത്ത് കടന്നു വരും. വിളിച്ചുണരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ചേർന്ന് പാടുക. സഖറിയ നീതിനിഷ്ഠനും കൽപ്പനകൾ പാലിക്കുന്നവനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യനുമായിരുന്നു. എന്നാൽ അവർക്ക് മക്കളില്ലായിരുന്നു. ധൂപാർപ്പണ സമയത്ത് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സഖറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ദൂതനാണോ എന്നറിയിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞിട്ട് 1, 2, 3, 5, 10, 15 വർഷങ്ങൾ കഴിഞ്ഞ് മക്കളില്ലാത്തവര്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഇപ്പോൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്.
മാലാഖമാർ കടന്നു വരും നമ്മുടെ ജീവിതത്തിലേക്ക്. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ, ദാമ്പത്തിക ജീവിതത്തിൽ വേണ്ടത്ര കൗണ്ടില്ല, ഗർഭപാത്രത്തിന് കട്ടിയില്ല, നിനക്ക് ഇനിയൊരു കുഞ്ഞുമുണ്ടാകിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാലാഖമാർ കടന്നു വരികയാണ്. രണ്ട് കരമുയർത്താം, രണ്ട് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്താന ഭാഗ്യത്തിന്റെ സന്ദേശവുമായിട്ട് ഗബ്രിയേൽ മാലാഖയെ, വിശുദ്ധ മാലാഖമാരെ കുടുംബങ്ങളിലേക്ക്, ദാമ്പത്തിക ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വരണമേ. യേശുവേ, 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 യേശുവേ. നസ്രത്തിൽ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവകൃപയിൽ പിന്നോട്ട് പോകുമ്പോൾ മാലാഖമാരുടെ പ്രത്യേകമായ മാധ്യസ്ഥം തേടണം. സ്നേഹം വറ്റി പോകുമ്പോൾ, സമാധാനം പടിയിറങ്ങിപ്പോകുമ്പോൾ, ക്ഷമയില്ലാതെയായി തീരുമ്പോൾ, വിശ്വസ്തത ഇല്ലാതെയായി തീരുമ്പോൾ ഗബ്രിയേൽ മാലാഖേ ഒന്ന് വിളിക്ക്. രണ്ട് കരങ്ങൾ ഉയർത്താം, രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ദൂതൻ സ്വപ്നത്തെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ജോസഫ്, ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. സ്വപ്നത്തിൽ നൽകുന്ന ഒരു കൊച്ചു നിർദ്ദേശം വിശ്വസ്തയോടെ പാലിച്ചവനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഒരുപക്ഷെ സംശയങ്ങൾ ഉണ്ടായേക്കാം, വഴക്കടിക്കുന്ന സ്വഭാവം ഉണ്ടായേക്കാം, ഒരുപക്ഷെ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം. സ്ത്രീധനത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, ആകൃതിയുടെ പേരിൽ, സ്വഭാവത്തിന്റെ പേരിൽ വഴക്കടിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മാലാഖമാരോട് പറയ് സഹായത്തിന് വരാനായിട്ട്. രണ്ട് കരങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാലാഖ വൃന്ദങ്ങളെ കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ജ്ഞാനികൾ യേശുവിനെ തേടി പുറപ്പെട്ടു. ഹേരോദേസിന്റെ അടുത്തേക്ക് മടങ്ങി പോകരുത് എന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് കിട്ടിയതനുസരിച്ച് അവർ മറ്റൊരു വഴിയിലൂടെ യാത്രയായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നറിയിപ്പ് തരാറില്ലേ? അധികാരികൾ മുന്നറിയിപ്പ് തരാറില്ലേ? മാതാപിതാക്കന്മാർ മുന്നറിയിപ്പ് തരാറില്ലേ? ടീച്ചേഴ്സ് മുന്നറിയിപ്പുകൾ നൽകാറില്ലേ? സഹപ്രവർത്തകർ മുന്നറിയിപ്പ് നൽകാറില്ലേ? ആ ആഹ്ലാദം വേണ്ട, ആ സൗഹൃദം വേണ്ട, ആ മദ്യം വേണ്ട, ആ ലഹരി വസ്തുക്കൾ വേണ്ട, ആ വാഹനത്തിൽ പോകേണ്ട എന്ന് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും മുന്നറിയിപ്പുകൾ ലംഘിച്ച് മുന്നോട്ട് പോയിട്ടില്ലേ? മാലാഖമാരെ വിളിക്കണം. ആ സമയത്ത് കരങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാലാഖ വൃന്ദങ്ങളെ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ അതിനോട് സഹകരിക്കുവാനുള്ള പ്രത്യേകമായ കൃപകൾ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. Bye.
ചേർന്ന് മാലാഖേ മാലാഖേ നിന്റെ കാവൽ മാലാഖേ സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷനായി മുറിയിലാകെ പ്രകാശം നിറഞ്ഞു. പത്രോസിനോട് പറഞ്ഞു, പത്രോസിനെ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കുക, വേഗം എഴുന്നേൽക്കുക. കൈകളിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ദൂതൻ പറഞ്ഞു, പാദരക്ഷ അണിയുക. പാദരക്ഷ അണിഞ്ഞു. ദൂതൻ പറഞ്ഞു, മേലങ്കി ധരിച്ച് എന്നെ അനുഗമിക്കുക, ദൂതനെ അനുഗമിക്കുക. തടവറയിൽ നിന്ന് കടന്ന് ഇതാ അവർ മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു പക്ഷെ പലതരത്തിലുള്ള തടവറ നിനക്കുണ്ടാകാം. ദാരിദ്ര്യത്തിന്റെ തടവറ, കടക്കണിയിലൊരു തടവറ, ഒരു പക്ഷേ കടബാധ്യതയുടെ തടവറകൾ, രോഗത്തിന്റെ തടവറകൾ, വൈകല്യങ്ങളുടെ തടവറകൾ, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രതീക്ഷകളും കരിഞ്ഞുപോയതിന്റെ തടവറകൾ. ആ തടവറയിലേക്കാണ് മാലാഖമാർ കടന്നു വരുന്നത്. രണ്ട് കരമുയർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ തടവറകൾ തകരുന്ന സമയമാണ്. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ തകരുന്ന സമയമാണ്. കരമുയർത്തി കഥാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ 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 യേശുവേ. മാലാഖേ മാലാഖേ നിന്റെ കാവൽ മാലാഖേ സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. ഈശോ നമ്മെ അനുഗ്രഹിക്കാൻ കടന്നു വരികയാണ്. കരങ്ങൾ യാചനാരൂപത്തെ വിളിച്ച കഥാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നവവൃന്ദ മാലാഖമാട് ചേർന്നുകൊണ്ട്, സകല വിശ്വമാട് ചേർന്നുകൊണ്ട് ഈശോ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന സമയമാണ്. ആരും തകർന്നു പോകരുത്. നിന്റെ ജീവിതത്തിലേക്ക് മാലാഖമാർ സന്ദേശങ്ങളുമായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. മുന്നറിയിപ്പുകളുമായി കടന്നു വരുന്നുണ്ട്. രക്ഷാവചനങ്ങളുമായി കടന്നു വരുന്നുണ്ട്. മംഗളവാർത്തയുമായി കടന്നു വരുന്നുണ്ട്. നീ തകരരുത്. നിന്നെ സംരക്ഷിക്കുവാൻ ശൈശവം മുതൽ മരണം വരെ നിനക്ക് കൂട്ടിന് തന്നിരിക്കുന്ന സഹയാത്രികരാണ് മാലാഖമാർ. വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവിന്റെ സൈനിക നിരയെ മാലാഖമാരെ, സ്വർഗ്ഗത്തിന്റെ ദൂതന്മാരെ, മാലാഖമാരെ, ദൈവമക്കളെ കാത്തിടാനായി വേഗം വരണമേ. സംരക്ഷകരായ ശുശ്രൂഷകരായ വേഗം വരണമേ. മാലാഖേ മാലാഖേ നിന്റെ കാവൽ മാലാഖേ സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. മാലാഖേ മാലാഖേ നിന്റെ കാവൽ മാലാഖേ സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ.